പനങ്ങാട് സരസ്വതി ALP സ്കൂളിൽ പഠനോത്സവവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വിവിധ പരിപാടികളോടെ നടന്ന പഠനോത്സവം അമ്പലത്തറ ജനമൈത്രി പോലീസ് ഓഫീസർ TV പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. വിദ്യാർത്ഥികളിൽ ഉൾപ്പെടെ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും കൂട്ടായ പരിശ്രമം നടത്തുക എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിനായാണ് പനങ്ങാട് സരസ്വതി ALP സ്കൂളിൽ പഠനോത്സവത്തോടൊപ്പം ലഹരിവിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്ത പരിപാടി അമ്പലത്തറ ജനമൈത്രി പോലീസ് ഓഫീസർ TV പ്രമോദ് ഉദ്ഘാടനം ചെയ്ത് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ലഹരിയുമായി ബന്ധപ്പെട്ടില്ല, കഞ്ചാവുമായി ബന്ധപ്പെട്ടില്ല, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടില്ല ധാരാളം വാർത്തകൾ നമ്മൾ ദിവസം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിമയായിട്ട് മാറുന്നത്, ഇതിൻ്റെയൊക്കെ ഇരകളായിട്ട്, ഈ കഞ്ചാവിൻ്റെ ലഹരിയുടെയൊക്കെ ഇരകളായിട്ട് മാറുന്നത് വലിയ 40 or 50 വയസ്സോ ഉള്ള ആൾക്കാരാണ്. നേരെ കുറച്ച് ഇങ്ങനെയുള്ള ആൾക്കാരാണ് യുവാക്കളായിട്ടുള്ള, പ്രത്യേകിച്ച് ഈ ടീനേജിൽ പെടുന്ന കൗമാരപ്രായത്തിൽപ്പെട്ട കുട്ടികൾ, അതേപോലെ തന്നെ യുവാക്കളായിട്ടുള്ള ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ടിട്ട് നമ്മുടെ നാട് കുട്ടിച്ചോറാക്കിക്കൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ മക്കൾ ലഹരിക്ക് അടിമപ്പെടുന്നതാണ് അല്ലേ? നമ്മുടെ മക്കൾ ലഹരിക്ക് അടിമപ്പെടുന്നതിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് ആരാണ്? രക്ഷിതാക്കളാണ്. ഇപ്പോൾ ജനമൈത്രി പോലീസ് എന്ന നിലയിൽ പൊതുവെ ഈ ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികളുടെ സ്വഭാവങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വഷളാകാൻ വേണ്ടി അവരുടെ സ്വഭാവം ഇത്തരത്തിലുള്ള മോശം തലത്തിലേക്ക് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ആരാണ്? രക്ഷിതാക്കൾ അല്ലേ? നമ്മൾ വളർന്ന ജീവിത സാഹചര്യമാണ് ഇപ്പോൾ മക്കൾ പറയുന്നത് അല്ലല്ലോ. PTA പ്രസിഡന്റ് അശോകൻ പെരിയ അധ്യക്ഷനായി. സ്കൂൾ പ്രധാന അധ്യാപിക P പ്രീത സ്വാഗതം പറഞ്ഞു. പഠനോത്സവത്തിന്റെ ഭാഗമായി പ്രൈമറി മുതൽ 4ാം തരം വരെയുള്ള കുട്ടികളുടെ കവിതാലാപനം, ഡയറി വായന, വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്കിറ്റുകൾ, പാവനാടകം, മറ്റു പരിപാടികൾ എന്നിവയും അരങ്ങേറി. തുടർന്ന് LSS സ്കോളർഷിപ്പ് നേടിയ കുട്ടികളെ അനുമോദിച്ചു. തുടർച്ചയായി LSS നേടിക്കൊടുക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കിയ P സൗമ്യ ടീച്ചറെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം കുട്ടികൾക്ക് നവ്യാനുഭവമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.